കാലനാട് കട്ടക്കാലി കോട്ടസിലാണ് താമസിക്കുന്നത്. അതിങ്ങനെ ഒരു ചെറിയൊരു അസുഖമുണ്ട്, ക്യാൻസർ, കുടലിൽ ക്യാൻസർ എന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ. ഒരു 3 മാസത്തോളമായിപ്പോൾ അതിനെ കുറച്ച് ചികിത്സിക്കാനുള്ളതെല്ലാം പിന്നെ മേൽപ്പറമ്പിൻ്റെ പിന്നെ സാപ്പിച്ച പിന്നെ വീട്ട് ഷവറിൽ പോയിട്ട് കുറച്ച് ചെയ്ത് തന്നിന്. മുമ്പിലോട്ടൊക്കെ എന്തോ ഒരു വഴിയില്ല, അവർക്ക് ഓർമ്മ കുറച്ച് നോക്കുന്നുണ്ട്, പക്ഷെ എന്തായില്ല. 2 ഇഞ്ചക്ഷൻ എടുത്ത് കീമോൻ്റെ. ഇപ്പോൾ ഇനിയിപ്പോൾ 18-ാം തീയതി പോകണം, അതിന് ഒരു വഴി ആയിട്ടില്ല. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് ഒരു ഉപകാരം ആയിരിക്കും നമുക്കത് ചെയ്ത് തന്നെങ്കിൽ. ഞാൻ മുമ്പ് തയ്യൽ ചെയ്തുകൊണ്ടിരുന്നതാ. അത് കാലുവേദനയായിട്ട് കൈയായിട്ട് പിന്നെ ഡ്രൈവിങ്ങിൻ്റെ അത് പഠിപ്പിച്ചോണ്ടും പിന്നെ സ്കൂൾ ബസ്സിൽ പോയിക്കൊണ്ടെല്ലാം ഉണ്ടായിന്. ഞാൻ ആരും കയ്യിൽ ഇതൊരു ആരും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആരോന്നും അറിയാം, അസുഖമായത് കൊണ്ട് മാത്രം എനിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടായത് മാത്രം. ഭർത്താവുണ്ട്, പക്ഷെ അയാളുണ്ടായി വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളടുത്ത് വേറെല്ല, എല്ലാവർക്കും അറിയാം. നമ്മളവിടെ ചുറ്റെടുത്തല്ലേ നല്ല ഇഷ്ടം. ഇല്ല, നോക്കലില്ല. ഞാനും എൻ്റെ 3 കുഞ്ഞും, ഒരു പെണ്ണും 2 ആണും. പിന്നെ കുട്ടികൾ എത്ര പ്രായമുണ്ട്? മൂത്ത കുട്ടിക്ക് 15 വയസ്സായി, രണ്ടാമത്തേക്ക് 13 വയസ്സായി, ചെറിയ കുഞ്ഞിക്ക് 7 വയസ്സായി. 7 വയസ്സായി. ഇപ്പൊ നിങ്ങളിപ്പോ ഉള്ളത് എവിടെ? നിങ്ങളുടെ സ്വന്തം വീട്ടിലാണോ നിങ്ങളുടെ ഉമ്മാന്റെ വീട്ടിലാണോ? അതോ? എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പൊ അസുഖമായത് കൊണ്ട് 3 മാസമായിട്ട് എന്റെ ഉമ്മാന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇത് കോലാച്ചെറുക്ക്, ചെറുക്കള കോലാച്ചെറുക്ക് എന്ന് പറയും. ഞാൻ ശരിക്കും താമസിക്കുന്നത് നമ്മളെ കാലനാട് കട്ടക്കാലം പള്ളിന്റെ അടുത്ത് കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ CK നസർ കാഞ്ഞങ്ങാട്. ഞാനിപ്പോഴൊരു ഉള്ളത് കാസർഗോഡ് ജില്ലയില് മേൽപ്പറമ്പില് കട്ടക്കാലില് വാടക കോട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന ആയിഷ എന്ന ഒരു സഹോദരിയുടെ സമീപമാണ്. അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാല്, അവര് സ്വന്തമായി അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വനിതയാണ്. അതായത് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് സ്വന്തം കുട്ടികളെ കുടുംബത്തെയും ജീവിക്കാൻ വേണ്ടി ഏകദേശം ഒരുപാട് വർഷമായിട്ട് ജോലിയെടുത്ത് വാടക കോട്ടേഴ്സിൽ വാടക കൊടുത്ത് ജീവിക്കുന്ന, അതായത് സ്കൂൾ ബസ്സിൽ സ്വന്തമായി ഓട്ടോറിക്ഷ, ഡ്രൈവിംഗ് പരിശീലനം എന്നിവയാണ് ഇവർ നടത്തിക്കൊണ്ടുണ്ടായത്. ഇവരുടെ ഭർത്താവ് ബഷീർ എന്നവര് റഷീദ് അവര് കുറച്ചു കാലമായിട്ട് ഇവരെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. ഇവരെ നോക്കാലോ ഇതാക്കലൊന്നുമില്ല. അപ്പൊ 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇവർക്ക് നിരന്തരമായിട്ടുള്ള ഒരു വയറുവേദന കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടുണ്ട്. അപ്പൊ എന്താണ് വയറുവേദനയുടെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ വയറുവേദന മാറാത്തതിനെ തുടർന്ന് ഇവര് വിദഗ്ധ ചികിത്സക്ക് പോവുകയും മംഗലാപുരത്ത് ചികിത്സക്ക് പോവുകയും അവിടെ നിന്ന് സ്കാൻ എടുത്തപ്പോഴാണ് കുടൽ ചെറുതായി ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പൊ ഇവർക്ക് രാത്രി ആകുമ്പോൾ ഭയങ്കര വേദനയാണ്, പലപ്പോഴും വേദന സംഹാരി കഴിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ ഉറക്ക ഗുളികയും കഴിച്ചിട്ടൊക്കെയാണ് ഇവർ ഇപ്പൊ തൽക്കാല ആശ്വാസം കൊള്ളുന്നുള്ളത്. അപ്പൊ 2 പ്രാവശ്യം 2 കീമോ ഇഞ്ചക്ഷൻ 2 പ്രാവശ്യം ചെയ്ത് അവർ മുടിയൊക്കെ ഫുള്ള് കൊഴിഞ്ഞിട്ടുണ്ട്, എന്നെ കാണിച്ചിരുന്നു. അപ്പോ ഇപ്പം ഇനി 18-ാം തീയതിയാണ് അടുത്ത ഇഞ്ചക്ഷൻ ചെയ്യാനുള്ളത്. ഏകദേശം ഒരു 40,000 രൂപയോളം ഒരു ഇഞ്ചക്ഷന് വേണ്ടി വരുന്നുണ്ട്. ഇവര് ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 30,000 രൂപയോളം, പിന്നെ മറ്റ് ചെലവുകളൊക്കെ 30,000-40,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. 5 ഇഞ്ചക്ഷൻ ആണ് നിലവിൽ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 എണ്ണം എടുത്തു, ഇനി 3 എണ്ണം എടുക്കാനുണ്ട്. ഇവര് ഒരു സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നിട്ട് മറ്റു വഴിയില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. കാരണം സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന വനിതയാണ്, സഹോദരിയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇവരെ ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി 3 കുട്ടികളില്ല. ആ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നില്ല. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, 9ൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ഒരു ആൺകുട്ടിയാണ്, 8ാം തരത്തിൽ പഠിക്കുന്നത്. 3ാമത്തെ കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെ 3 കുട്ടികളാണ്, 2 ആൺകുട്ടി, ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവരെ ഞാൻ ഈ അക്കൗണ്ട് നമ്പർ ഈ വീഡിയോയിൽ നൽകുന്നതാണ്. അപ്പൊ ഇവരെ പറ്റുന്ന രീതിയിൽ ഇവരെ ചികിത്സക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ചെറിയൊരു സഹായം ഇവർ ചെയ്തു കൊടുക്കണം, എന്റെ ഒരു അഭ്യർത്ഥനയാണ്.
പിന്നെ ഞാൻ അങ്ങനെ ചാരിറ്റിക്ക് അധികം വരുന്നത് കുറവാണ്, വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ വരാറുള്ളൂ. കാരണം ഇത് ഇവര് കുറെ മാസമായി എന്നെ ഇങ്ങനെ വേറെ നിവൃത്തിയില്ലാതുകൊണ്ട് ഒരു 1-2 മാസത്തോളമായി വിളിക്കുന്നത്. അപ്പോ ആരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചാണ് ഇതുവരെ ഞാൻ അതിന് എത്താതിരുന്നത്. എന്തുകൊണ്ടോ ഇന്ന് പിന്നെ അവര് 2-3 ദിവസമേ ഉള്ളൂ ഇനി അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ വീണ്ടും 18-ാം തീയതി പോകണം. അതായത് 2019 മാർച്ച് 19-ാം തീയതി 18-ാം തീയതിയാണ് പോകേണ്ടത്. ഇന്ന് 14-ാം തീയതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി 4 ദിവസമാണുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അയച്ചു തരും. പറ്റുന്നവർ ആ സഹോദരിയെ ഒന്ന് സഹായിക്കണം, അവരെ ചികിത്സക്ക് വേണ്ടി സഹായം നിങ്ങൾ നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.